സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴവെള്ളപ്പാച്ചിലിൽ നിറഞ്ഞൊഴുകിയ താഴ്വരയിലൂടെ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച ഡ്രൈവറെ ട്രാഫിക് പോലീസ് പിടികൂടി. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ സഹകരണത്തോടെ ജീസാനിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. വെള്ളക്കെട്ടിലൂടെ അപകടകരമായി വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. നിയമലംഘനം നടത്തിയ ഡ്രൈവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. വെള്ളപ്പൊക്കമുള്ള സമയങ്ങളിൽ പുഴയോരങ്ങളോ തോടുകളോ മുറിച്ചു കടക്കുന്നത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഭീഷണിയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇത്തരം അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ പ്രവിശ്യ റിയാദ്, മക്ക, മദീന എന്നിവയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന അന്തരീക്ഷ താപനില തുടരുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതേസമയം ജീസാൻ, അസീർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷത്തോടും ശക്തമായ കാറ്റോടും കൂടിയ ഇടത്തരം മുതൽ കനത്ത മഴയ്ക്കും പ്രളയ സാധ്യതയ്ക്കും പ്രവചനമുണ്ട്. നജ്റാൻ, അൽബഹ, മക്കയിലെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്തേക്കാം. റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവയുടെ തെക്കൻ മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാൻ സാധ്യതയുള്ളതായും അറിയിച്ചു. വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തുന്ന ശക്തമായ കാറ്റുണ്ടായേക്കാം. മക്ക, മദീന പ്രവിശ്യകളുടെ തീരദേശ മേഖലകളിൽ കാഴ്ചപരിധി പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പൊടിക്കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 5 വാഹനങ്ങൾ മോഷ്ടിക്കുകയും അവ പൊളിച്ച് വാഹനഭാഗങ്ങൾ വിൽക്കുകയും ചെയ്ത കേസിൽ മുൻ ക്രിമിനൽ റെക്കോർഡുള്ള ഒരാളെ വടക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടി. അൽഖൂദ് ഗവർണറേറ്റിൽ നിന്നാണ് ഇയാൾ വാഹനങ്ങൾ മോഷ്ടിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച വാഹനങ്ങൾ പൊളിച്ചുമാറ്റി അവയുടെ ഭാഗങ്ങൾ വിൽക്കുകയായിരുന്നു ഇയാളുടെ രീതി. അറസ്റ്റിലായ പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളോ പണമായുള്ള ഇടപാടുകളോ ഉപയോഗിച്ച് ബിസിനസ് വരുമാനം മറച്ചുവെക്കുന്നത് നികുതി വെട്ടിപ്പായും കള്ളപ്പണം വെളുപ്പിക്കൽ സംശയത്തിന് ഇടയാക്കുമെന്നും ഒമാൻ ടാക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മറച്ചുവെക്കാൻ വ്യക്തിഗത അക്കൗണ്ടുകളോ പണമായുള്ള ഇടപാടുകളോ ഉപയോഗിക്കരുതെന്നും ബിസിനസ്സുകാർക്കും വ്യക്തികൾക്കും അതോറിറ്റി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ നിർദ്ദേശിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ നികുതി വെട്ടിപ്പായി കണക്കാക്കപ്പെടുന്നതാണെന്നും നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതോടൊപ്പം മണി ലോണ്ടറിംഗ് സംശയത്തിനും കാരണമാകാമെന്നും ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തെ നികുതി നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതുമാണ് ഈ മുന്നറിയിപ്പിന്റെ ലക്ഷ്യമെന്നും അതോറിറ്റി അറിയിച്ചു. ബിസിനസ്സുകൾ അവരുടെ വരുമാനം കൃത്യമായി പ്രഖ്യാപിക്കുകയും ആവശ്യമായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുകയും ചെയ്ത് ഒമാനിലെ നികുതി നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. നികുതി വെട്ടിപ്പെന്ന് സംശയിക്കുന്ന കേസുകൾ അതോറിറ്റി ഒരുക്കിയിട്ടുള്ള ഔദ്യോഗിക പരാതി നൽകൽ സംവിധാനങ്ങളിലൂടെ പൊതുജനങ്ങൾ അറിയിക്കണമെന്നും ഒമാൻ ടാക്സ് അതോറിറ്റി പൊതുജനങ്ങൾക്കും നിർദ്ദേശം നൽകി. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിലെ ആകാശത്ത് വാർഷിക പെർസീഡ്സ് ഉൽക്കാവർഷം ദൃശ്യമായി തുടങ്ങി. കൃത്രിമ വെളിച്ചം കുറഞ്ഞ ഇരുണ്ട പ്രദേശങ്ങളിൽ പ്രത്യേക ഉപകരണങ്ങളൊന്നും കൂടാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ ആകാശവിസ്മയം ആസ്വദിക്കാമെന്ന് ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഉൽക്കാവർഷം ഓഗസ്റ്റ് 24 വരെ തുടരും. ഇതിന്റെ ഏറ്റവും മികച്ച ദൃശ്യം ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെയുള്ള സമയത്താണ് ലഭിക്കുക. ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകർക്കും ആസ്ട്രോ ഫോട്ടോഗ്രാഫർമാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളിലൊന്നാണ് പെർസീഡ്സ്. മതിലുകളിലും പൊതു സൗകര്യങ്ങളിലുമുള്ള പരസ്യങ്ങളും പോസ്റ്ററുകളും പതിക്കുന്നത് ഒഴിവാക്കണമെന്ന് താമസക്കാരോടും വ്യാപാര സ്ഥാപനങ്ങളോടും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ബോധവൽക്കരണ സന്ദേശത്തിലൂടെയാണ് മുനിസിപ്പാലിറ്റി ഇക്കാര്യം അറിയിച്ചത്. അധികൃതർ അംഗീകരിച്ച സ്ഥലങ്ങളിൽ മാത്രം പരസ്യങ്ങൾ സ്ഥാപിക്കുന്നത് പൊതുബോധം പ്രകടിപ്പിക്കുന്നതോടൊപ്പം മസ്കറ്റ് നഗരത്തിന്റെ സൗന്ദര്യവും സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. പരസ്യങ്ങളും പോസ്റ്ററുകളും സ്ഥാപിക്കുന്നതിന് നിശ്ചിത സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും മതിലുകളിലും പൊതു സൗകര്യങ്ങളിലുമുള്ള അനധികൃത പരസ്യങ്ങൾ ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോടും സ്ഥാപനങ്ങളോടും മുനിസിപ്പാലിറ്റി ആഹ്വാനം ചെയ്തു.
സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിലെ അസൈബ പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 8 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലായിരുന്നു അപകടം. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും ഗതാഗതം മന്ദഗതിയിലാവുകയും ചെയ്തു. റോയൽ ഒമാൻ പോലീസിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. ഖരീഫ് സീസണിലെ യാത്രാ ആവശ്യം വർദ്ധിച്ചതിനെ തുടർന്ന് വിമാന കമ്പനികൾ സർവീസുകളും സീറ്റുകളും വർദ്ധിപ്പിച്ചതോടെ സലാല വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ 8% വർധനവ് രേഖപ്പെടുത്തി. ജൂൺ 21 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ സലാല വിമാനത്താവളത്തിൽ 1,54,529 യാത്രക്കാരാണ് എത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,42,482 യാത്രക്കാരായിരുന്നു എത്തിയത്. അതായത് 12,041 പേരുടെ വർധനവ് രേഖപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ വിമാനത്താവളത്തിലെത്തിയ വിമാനങ്ങളുടെ എണ്ണവും 7% വർദ്ധിച്ചു. ദോഫാർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കാലയളവായ ഖരീഫ് സീസണിലാണ് യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ്. തണുത്ത കാലാവസ്ഥ, മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകൾ, പച്ചപ്പാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ ആസ്വദിക്കാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി സഞ്ചാരികളാണ് ദോഫാറിലെത്തുന്നത്. ഖരീഫ് സീസണിലെ വർദ്ധിച്ച യാത്രാ ആവശ്യം പരിഗണിച്ച് ഒമാൻ എയറും സലാം എയറും ജൂലൈയിൽ മാത്രം മസ്കറ്റ് സലാല റൂട്ടിൽ 192 അധിക സർവീസുകളും 35,639 അധിക സീറ്റുകളും കൂട്ടിച്ചേർത്തിരുന്നു. തിരക്കേറിയ ദിവസങ്ങളിൽ ഇരു വിമാന കമ്പനികളും ചേർന്ന് പ്രതിദിനം 4,505 സീറ്റുകൾ ലഭ്യമാക്കി. ഒമാൻ എയർ ഏപ്രിലിൽ പ്രതിദിനം ഏകദേശം 675 സീറ്റുകൾ നൽകിയിരുന്നത് തിരക്കേറിയ ദിവസങ്ങളിൽ 3,000-ലധികമായി ഉയർത്തി. സലാം എയർ പ്രതിദിന സീറ്റുകളുടെ എണ്ണം 495 നിന്നും 1,505 വർദ്ധിപ്പിച്ചു. ഖരീഫ് സീസണിൽ മസ്കറ്റിൽ നിന്നും സലാലയിലേക്ക് പ്രതിദിനം 23 വിമാന സർവീസുകൾ വരെ യാത്രക്കാർക്ക് ലഭ്യമാക്കിയിരുന്നു. ആവശ്യമായ കാര്യക്ഷമത കൈവരിച്ചില്ലെന്ന കാരണത്താൽ മാത്രം ഒരു തൊഴിലാളിയെ പിരിച്ചുവിടാൻ ഒമാനിലെ തൊഴിലുടമകൾക്ക് കഴിയില്ലെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് വ്യക്തമാക്കി. ജീവനക്കാരന്റെ പ്രകടനത്തിലെ പോരായ്മകൾ വ്യക്തമായി രേഖപ്പെടുത്തുകയും അവ പരിഹരിക്കാൻ മതിയായ സമയം നൽകുകയും ചെയ്യേണ്ടത് നിയമപരമായ ബാധ്യതയാണെന്നും ഫെഡറേഷൻ പുറത്തിറക്കിയ ബോധവൽക്കരണ അറിയിപ്പിൽ പറയുന്നു. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് അവരുടെ പ്രവർത്തനക്ഷമത ആവശ്യമായ നിലവാരത്തിൽ എത്തിയിട്ടില്ലെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ അത് മെച്ചപ്പെടുത്താത്ത പക്ഷം സേവനം അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി നോട്ടീസ് നൽകിയ സംഭവത്തെ തുടർന്നാണ് ഫെഡറേഷന്റെ വിശദീകരണം. എന്നാൽ തൊഴിലാളികൾക്ക് നൽകിയ നോട്ടീസിൽ ഏതെല്ലാം മേഖലകളിലാണ് കാര്യക്ഷമത കുറവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കൂടാതെ അവർ കൈവരിക്കേണ്ട പ്രകടന നിലവാരവും രേഖപ്പെടുത്തിയിരുന്നില്ല. 3 മാസത്തിനുള്ളിൽ പ്രകടനം മെച്ചപ്പെടുത്തണമെന്ന് മാത്രമാണ് കമ്പനി നിർദ്ദേശിച്ചിരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ തൊഴിൽ നിയമത്തിൽ വ്യക്തമായി നിയന്ത്രിച്ചിട്ടുണ്ടെന്നും ഒരു തൊഴിലാളിയെ കാര്യക്ഷമത കുറവുള്ളയാൾ എന്ന് പൊതുവായി വിശേഷിപ്പിക്കുന്നത് മാത്രം പിരിച്ചുവിടലിന് മതിയായ നിയമ കാരണമല്ലെന്നും വ്യക്തമാക്കി.